പ്രകാശ് രാജ് എപ്പോഴും വലിയ കൗതുകത്തോടെ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ തിയേറ്ററുകളിൽ, എൻ്റെ കാഴ്ചപ്പുറങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ഗാംഭീര്യമുള്ള അഭിനയ പാടവത്തിൻ്റെയും ശബ്ദ സൗന്ദര്യത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് നമുക്ക് പ്രകാശ് രാജ്. അങ്ങനെ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് ഇരുന്ന് താനൊരു താരമാണ് എന്ന ബോധ്യത്തിനകത്ത്, അതുണ്ടാക്കുന്ന ഒരു എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷനകത്തിരുന്ന് താരമായി തുടർന്ന് താരമായി അവസാനിച്ചു പോകുന്ന, താരമായി രേഖപ്പെടുത്തപ്പെടേണ്ടിയിരുന്ന ഒരാൾ ആ പുറന്തോട് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ തീരുമാനിക്കുകയും തൻ്റെ കുപ്പായം അഴിച്ചു വെച്ച് താൻ കടന്നു പോകുന്ന കാലം തന്നെ രേഖപ്പെടുത്തേണ്ടത് അങ്ങനെയല്ല, നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെ നിന്ന് മാത്രം തിളങ്ങുന്ന ഒരു താരമായല്ല, നക്ഷത്രവർഷം എന്നൊക്കെ പറയാവുന്ന നമുക്കൊരിക്കലും പ്രാപ്യമല്ലാത്ത അകലത്തിൽ എവിടെയോ നിന്ന് നമ്മളെ അഭിനയിച്ചമ്പരപ്പിക്കേണ്ട ഒരാൾ മാത്രമായി കടന്നു പോവേണ്ടയാളല്ല, മറിച്ച് നമ്മളോട് ഏറ്റവും ചേർന്ന് നിന്ന് നമ്മളുടെ രാഷ്ട്രീയത്തെ, നമ്മളുടെ പ്രതിരോധത്തെ, നമ്മളുടെ സങ്കടങ്ങളെ പ്രതിനിധാനം ചെയ്യേണ്ട ബോധ്യം എനിക്കുണ്ട് എന്ന് ഒരുപക്ഷെ ഗൗരി ലങ്കേഷിൻ്റെ ഒക്കെ മരണത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിരോധ സമരത്തിൻ്റെ പേരായി പ്രകാശ് രാജ് മാറി. വലിയ സന്തോഷം അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.